നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മുന്നോട്ട് പോകാൻ ടാലൻറ്റ് മാത്രം മതിയാവില്ല. ലമീൻ യമാലിന് റോബർട്ട് ലെവൻഡോസ്കിയുടെ ഉപദേശമാണ്. ഒരു 10-20 വയസ്സൊക്കെയുള്ള സമയത്ത് ടാലൻറ്റ് മാത്രം മതിയാവും മികച്ച പ്രകടനം നടത്താൻ. പക്ഷേ പ്രായം വർദ്ധിക്കുമ്പോൾ അത് മാത്രം മതിയാവില്ല, ഹാർഡ് വർക്കും കൂടെ വേണ്ടി വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് തന്നെ ലമീൻ യമാലിനെ കുറിച്ച് ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി മനസ്സ് തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലമീനെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തോട് അവനൊരു ഉത്തരം പറയേണ്ടതുണ്ട്. അതായത് ഇത് മതിയോ, ഇപ്പം 2, 3, 4 കൊല്ലത്തിന് ശേഷം അതിനൊരു ഉത്തരം കൊടുക്കേണ്ടി വരും. ടാലൻറ്റ് മാത്രം മതിയാവും നമ്മൾ 20 വയസ്സിലെത്തി നിൽക്കുന്ന സമയത്ത് മികച്ച പ്രകടനം നടത്താൻ. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഹാർഡ് വർക്ക് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ആ വർക്ക് ചെയ്യാൻ തയ്യാറാണോ ഇല്ലയോ എന്നതൊക്കെ അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. സോ ടാലൻറ്റ് മാത്രം മതിയാവില്ല, ഹാർഡ് വർക്ക് കൂടി വേണ്ടി വരും. പിന്നെ അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പം വലിയ തരത്തിലുള്ള ക്രിറ്റിസിസങ്ങൾ ലമീൻ യമാലിനെ പറ്റി വരുന്നുണ്ടല്ലോ. ബർത്ത്ഡേ പാർട്ടി മറ്റുമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ലാമിൻ അത് ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ലാമിൻ ഡ്രസ്സ് ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യം വരുന്നില്ലേ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി പറയുകയാണ്, ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ലാമീനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവൻ്റെ പേഴ്സണാലിറ്റി അവൻ പ്രകടിപ്പിക്കുകയാണ്. ഓഫ് കോഴ്സ് ഒരുപാട് സ്പെക്കുലേഷൻസും സംസാരവും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വരും. അവൻ എങ്ങനെ ലോങ് റണ്ണിൽ ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. അതിപ്പോൾ വരുന്ന മാസമോ 1-2 വർഷമോ ഒന്നും അനുസരിച്ചല്ല, ലോങ് റണ്ണിലേക്ക് എങ്ങനെ എന്നതനുസരിച്ചിരിക്കും. എനിക്കറിയാം ആ ഒരു ഫീലിംഗ്, കാരണം ഞാനും ഇതുപോലെ ലൈഫിൽ വളർന്നു വന്നയാളാണ്. നമ്മൾ എന്തുദ്ദേശിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കാത്ത ഘട്ടമുണ്ടായിരുന്നു. നമ്മുടെ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേഴ്സണാലിറ്റി നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഐ ആം ഡിഫറെൻറ്റ് ഫ്രം യു. അത് സ്വാഭാവികമല്ലേ, സാധാരണമല്ലേ? ചിലപ്പോൾ ആളുകൾ പെർഫെക്റ്റ് ആവണം എന്നൊരു കാരണവുമില്ലാതെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എന്താണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെയുള്ള ഡ്രസ്സ് ധരിക്കലാണോ പെർഫെക്റ്റ് എന്ന് പറയുന്നത്? അതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണോ പെർഫെക്റ്റ് എന്ന് പറയുന്നത്? പക്ഷെ ഞാനിവിടെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ കാണിക്കാൻ ശ്രമിക്കുന്നത് അവൻ്റെ പേഴ്സണാലിറ്റിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ എങ്ങനെ ലോങ് റണ്ണിൽ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു എന്നതനുസരിച്ച് തന്നെയായിരിക്കും അവൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, ലമീൻ യമാൽ ആ ബർത്ത്ഡേ പാർട്ടി നടത്തിയതും മറ്റുമൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മറുപടി, ലെവൻഡോസ്കി, നിങ്ങൾക്കറിയാവുന്ന പോലെ ലാമിൻ വളരെ ചെറിയ പ്രായത്തിലുള്ളൊരു കുട്ടിയാണ്. അവനവൻ്റെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ. അവനും ലൈഫ് എൻജോയ് ചെയ്യണമല്ലോ. കാരണം മുമ്പിലുള്ളത് ഫുട്ബോൾ മാത്രമല്ലല്ലോ, അതിന് പുറത്തുള്ള കാര്യങ്ങളുമില്ലേ, അതും അവൻ കാണുന്നില്ലേ, അതും അവൻ എൻജോയ് ചെയ്ത് പോകണ്ടേ? ഓഫ് കോഴ്സ് ചിലപ്പോൾ നമുക്ക് ടഫ് മൊമെൻറ്റുകൾ ജീവിതത്തിൽ ഉണ്ടാവും. എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം മറ്റുമൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നെനിക്കറിയാം. എന്നാൽ അവനിതൊക്കെ എൻജോയ് ചെയ്ത് പോവുകയും വേണം. ഈ പ്രായത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. മേ ബി ഫ്യൂച്ചറിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. സോ നമ്മളൊരു ബാലൻസ് കണ്ടെത്തുകയാണ് വേണ്ടത്. നിങ്ങൾക്കറിയാമോ, അവൻ നല്ലൊരു പയ്യനാണ്, നല്ലൊരു പേഴ്സണാണ്. ഇതാണിപ്പോൾ റോബർട്ട് ലെവൻഡോസ്കിയുടെ മറുപടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.